കൊല്ലത്ത് ഓണം ബമ്പർ ലോട്ടറി മാതൃകയിൽ നറുക്കെടുപ്പ് നടത്തിയതിൽ കേസ്. വ്യാപാരി വ്യവസായി സമിതിക്ക് എതിരെയാണ് കേസ്. ഈ മാസം 2-നായിരുന്നു നറുക്കെടുപ്പ് നടത്തിയത്. എന്നാൽ ലോട്ടറി മാതൃകയിൽ നറുക്കെടുപ്പ് നടത്തുന്നത് നിർത്തിവെക്കണമെന്ന് ജില്ലാ ലോട്ടറി ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നതായാണ് വിവരം. ഇത് ലംഘിച്ച് രഹസ്യമായി നറുക്കെടുപ്പ് നടത്തുകയായിരുന്നു. വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവർക്കെതിരെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വ്യാപാരി വ്യവസായി സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി വ്യാപാരി സുഹൃത്തുക്കൾക്കും ഈ ജില്ലയിലെ അതുപോലെ ജില്ലയ്ക്ക് പുറത്തുള്ള നമ്മുടെ വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് വിനീഷാണ് ചേരുന്നത്. വിനീഷ്, ഈ നറുക്കെടുപ്പ് നടത്തുക എന്നത് ഒട്ടും പുതുമയുള്ള ഒന്നല്ല. പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായികൾ, അതുപോലെ ഈ ഓണാഘോഷ സമയത്തൊക്കെ നിരവധി ക്ലബ്ബുകളൊക്കെ പണസമ്പാദനത്തിന് വേണ്ടി നടത്തുന്ന ഒന്നാണല്ലോ ഈ നറുക്കെടുപ്പ്, സമ്മാന പദ്ധതികൾ എന്നതൊക്കെ. ഇതിപ്പോൾ എന്തായിരുന്നു ഈ നറുക്കെടുപ്പിന്റെ മാതൃക? എന്താണ് ഇത് വിവാദമാകാനുണ്ടായ പശ്ചാത്തലം? അഭിലാഷ്, CPM അനുകൂല സംഘടനയായ വ്യാപാരി വ്യവസായ സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെയാണ് ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരള ബമ്പർ ലോട്ടറിയുടെ മാതൃകയിൽ തന്നെ 300 രൂപ ടിക്കറ്റ് വ്യാപകമായി വിറ്റഴിക്കുകയും നറുക്കെടുപ്പ് നടത്തി എന്നതാണ് പരാതി. ജില്ലാ ലോട്ടറി ഓഫീസറുടെ പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. ഒക്ടോബർ 2-ന് നറുക്കെടുപ്പ് നടത്താനായി കേരള ലോട്ടറിയുടെ മാതൃകയിലുള്ള ടിക്കറ്റുകൾ ഇവർ വ്യാപകമായി വിറ്റഴിക്കുകയും നറുക്കെടുപ്പ് നടത്തി എന്നതാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. ഇതിൽ തന്നെ ഒന്നാം സമ്മാനം 10 പവൻ സ്വർണവും മറ്റ് സമ്മാനങ്ങളായി കാറുകളും മൊബൈൽ ഫോണുകളും ഒക്കെ നൽകിയതായിട്ടാണ് ഇതിൽ കാണുന്നത്. സർക്കാർ ലോട്ടറി മാതൃകയിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അതിലൊരു വ്യക്തത വരുത്താമോ? എന്തായിരുന്നു അതിന്റെ പ്രശ്നം? അതായത് ഈ ടിക്കറ്റ് അച്ചടിച്ച മാതൃകയിലാണോ പ്രശ്നം? എന്താണ് പ്രശ്നം? എന്തായിരുന്നു ഒന്നാം സമ്മാനം, 2-ാം സമ്മാനം, അങ്ങനെയൊക്കെ? അഭിലാഷ്, ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് ഭാഗ്യക്കുറിയാണെന്ന് തോന്നിക്കത്തക്ക രീതിയിലായിരുന്നു ഇതിന്റെ കൂപ്പണുകളെല്ലാം തന്നെ ഇവർ അച്ചടിച്ചിരുന്നത്. അതുപോലെ തന്നെ ഓണം ബമ്പർ എന്ന പേരിലാണ് ഇവർ കൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. ഇത് നിയമവിരുദ്ധമാണ് എന്ന് ജില്ലാ ലോട്ടറി ഓഫീസർ കണ്ടെത്തുകയും ചെയ്തു. ഇവർക്ക് വാണിംഗ് നൽകിയിരുന്നു. ഇത് അടിയന്തരമായി തന്നെ നിർത്തിവെക്കണമെന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇവർ രഹസ്യമായിട്ട് ഒക്ടോബർ 2-ാം തീയതിയിൽ ഇവർ നറുക്കെടുപ്പ് നടത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയാണ് കൊല്ലം ഈസ്റ്റ് പോലീസിൽ നൽകിയത്. എന്തായാലും ഇതിന്റെ ഭാരവാഹികളായ 3 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് പോലീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ഈ വിനീഷ്, ഇതിൽ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് സാധാരണ നിലയിലൊക്കെയുള്ള ഒരു ലോട്ടറി സമ്പ്രദായം പോലെ കൂപ്പണുകൾ നിരത്തിയിട്ട്, പേരുകളുള്ള കൂപ്പണുകൾ നിരത്തിയിട്ട് ലോട്ടറി എടുക്കുന്നതായാണ് കാണാൻ സാധിച്ചത്. ഇതിൽ വിവാദമായത് ഈ നറുക്കെടുപ്പ് കൂപ്പണിന്റെ മാതൃകയാണല്ലേ. അതിനപ്പുറത്ത് സ്വാഭാവികമായും ഇവർ ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ടാകുമല്ലോ കുറെ. അതിനുശേഷമായിരിക്കുമല്ലോ ഈ വിലക്ക് വന്നത്. അപ്പോൾ അങ്ങനെ വിറ്റുപോയവരുടെ നറുക്കെടുപ്പാണോ നടത്തിയത്? ഇതാ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിൽ കൃഷ്ണപ്രിയ എന്ന പേരൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിജയികളുടെ പേരുകൾ അവർ പുറത്തുവിട്ടതായിരിക്കാം. അതിലൊരു ലോട്ടറി മാതൃകയൊന്നുമല്ല. പക്ഷേ ഈ കൊടുത്ത കൂപ്പൺ ഒരു പക്ഷേ ലോട്ടറി മാതൃകയാകാം. ഇതാണോ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? അതായത് ബമ്പർ ലോട്ടറി എന്ന് തെറ്റിദ്ധരിക്കാം ആ ലോട്ടറി കണ്ടാൽ, അല്ലെങ്കിൽ ആ നറുക്ക് എടുപ്പ് കൂപ്പൺ കണ്ടാൽ. അതാണോ ശരിക്കും പ്രശ്നമുണ്ടാക്കിയത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ സർക്കാരിനെ വഞ്ചിക്കണം എന്ന ഉദ്ദേശത്തോടെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. അതുപോലെ തന്നെ കേരള ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ വിൽക്കുവാൻ ഇത് തടസ്സമായി എന്നും FIR സൂചിപ്പിക്കുന്നുണ്ട്. അഭിലാഷ്, സർക്കാരിന് ഇതിലൂടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നാണ് FIR സൂചിപ്പിക്കുന്നത്. നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന് മാത്രമാണ് ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കാനുള്ള അവകാശമുള്ളൂ. എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു നിയമവിരുദ്ധമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് വ്യാപാരി വ്യവസായി സമിതിയിലെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരുടെ വിശദീകരണം ചോദിച്ചുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിലൊരു കാര്യം കൂടിയുള്ളത് വിനീഷ്, ഇതിപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം എന്താണ്? വിറ്റുപോയ ടിക്കറ്റുകളിന്മേലാണ് ഈ നറുക്കെടുപ്പ് നടന്നത്. ഈ നിർദ്ദേശം വന്നതിന് ശേഷവും ടിക്കറ്റ് വിറ്റോ, അത്തരം കാര്യങ്ങളിൽ ഇവർ പ്രതികരിക്കുന്നുണ്ടോ? അഭിലാഷ്, ഇവർ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇവരുടെ പ്രതികരണം ലഭ്യമാകും. ഇവർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനായിട്ട് വരുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൊല്ലം ഈസ്റ്റ് പോലീസ് നടത്തുന്നുണ്ട്. അഭിലാഷ്.